യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവിന് സ്തുതിയും ആരാധനയും മഹത്വം രേഖപ്പെടുത്തുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടിട്ട്. എല്ലാ കാരുണ്യപ്രവൃത്തിയും ഈശോയുടെ നാമത്തിലാണ് ചെയ്യുന്നത്. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഇന്ന് പ്രധാനമായിട്ടും ദൈവികമായിട്ട് ദൂത് പറയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങൾ 77:14. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളിടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ദൈവമക്കളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് സങ്കീർത്തനങ്ങൾ 77:14. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും വലിയ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ആകുലതകളോ നിരാശകളോ എന്തുതന്നെ ആയെങ്കിലും നിങ്ങൾ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച ദൈവവചനമാണ് സങ്കീർത്തനങ്ങൾ 77:14. നിങ്ങളെല്ലാവരും ആ വചനം ഒന്ന് വായിച്ച് ധ്യാനിക്കാനും വചനത്തെ ദൈവവചനമായി ഹൃദയത്തിൽ സ്വീകരിക്കാനും ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ദൈവവചനം. പറ്റുമെങ്കിൽ ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഏത് ജാതിയിലോ വംശത്തിലോ കുലത്തിലോ പാരമ്പര്യത്തിലോ ഏത് രീതിയിലുള്ള മക്കളാണെങ്കിലും ശരി, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്തൊന്ന് വായിക്കുമ്പോൾ അഭിഷേകം നിറയും. അതുപോലെ നിങ്ങളുടെ മക്കളിലും കുടുംബത്തിലും ഐശ്വര്യം നിറയും. നിങ്ങൾ വചനം എടുത്ത് സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ സങ്കീർത്തനം 77:14 നിങ്ങൾ 1000 തവണ നിയോഗം വെച്ചിട്ട് എഴുതി പ്രാർത്ഥിച്ച് നോക്കുക. അത്ഭുതങ്ങൾ ദൈവം നടത്തിത്തരും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മകൾ നിങ്ങൾ ചെയ്യുക. ചില സമയം നിങ്ങൾക്ക് ചെറിയ നന്മകളായിരിക്കും ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അത് വലുതായിരിക്കും. വലിയ സമ്പത്തോ കാര്യങ്ങളോ ഇല്ലാത്ത മക്കളുണ്ടാകും ഈ സന്ദേശം കേൾക്കുന്നത്. സമ്പത്തുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങൾ സമ്പത്ത് അനുസരിച്ച് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. ദാനധർമ്മം ചെയ്യുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അഭിഷേകം ഇരട്ടിയായിട്ട് ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരുന്നതായിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നമ്മൾ ഓരോ നന്മകൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി തീരുമ്പോൾ മേ ബി അതിൽ 1000 പേർ കാണുമ്പോൾ അതിൽ 10 പേർ എങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇന്നത്തെ ലോകം അനുകരണത്തിൻ്റെ ലോകമാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ ആരും ഒന്നും ചെയ്യത്തില്ല. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാവരും ദൈവവചനം ധ്യാനിക്കുക, ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന.